ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു കമ്പനി ബൾക്കായിട്ട് ആൾക്കാരെ പറഞ്ഞു വിട്ടു, മാസ് ലേ ഓഫ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് ഇന്നും കൂടി ടി വിയിൽ കണ്ടതാണ്. പക്ഷേ ആ കമ്പനി മാത്രമല്ല, മൈക്രോസോഫ്റ്റ്, TCS പോലുള്ള കമ്പനീസുകളും ലേ ഓഫുകൾ നടത്തുന്നുണ്ട്. ഫസ്റ്റ് ഒരു കാര്യം ഞാൻ പറയട്ടെ. മെയിനായിട്ട് ഈ കമ്പനിയിൽ നിന്ന് എംപ്ലോയീസിനെ പോരാനുള്ള 3 സാധ്യതകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ലേ ഓഫ്, അല്ലെങ്കിൽ ടെർമിനേഷൻ, അല്ലെങ്കിൽ റിസൈൻ. ഈ റിസൈൻ എന്ന് പറയുന്നത് ഒരു എംപ്ലോയി സ്വന്തം ഇഷ്ടപ്രകാരം വേറെ ജോബ് കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിനെയാണ് റിസൈൻ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസൈൻ ചെയ്യുന്നതിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനീസ് ആയിട്ടല്ല ചെയ്യുന്നത്, ആ എംപ്ലോയി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്. നിയമപരമായിട്ട് ഒരു എംപ്ലോയിയോട് ഒരു കമ്പനിക്കും നിങ്ങൾ റിസൈൻ ചെയ്ത് പോകണമെന്ന് പറയാനുള്ള റൈറ്റ്സ് ഇല്ല. പിന്നെ ലേ ഓഫ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ റിസർച്ച് ചെയ്തതിൻ്റെയും എനിക്കറിയാവുന്നതിൻ്റെയും ബേസിസിലാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ലേ ഓഫ് എന്ന് പറയുന്നത്, ഒരു കമ്പനി നഷ്ടത്തിലാണ്, അല്ലെങ്കിൽ ആ കമ്പനിക്ക് ഇത്രയും എംപ്ലോയീസിനെ ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നു കഴിയുമ്പോഴാണ് ഒരു കമ്പനി മാസ് ലേ ഓഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ലേ ഓഫുകൾ നടത്താം. അത് എംപ്ലോയീസ് ആയിട്ട് ചെയ്യുന്നതല്ല, കമ്പനീസ് ആയിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും എംപ്ലോയി കമ്പനിക്കെതിരെ എന്തെങ്കിലും കുറ്റം ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒഫൻസ് ഉണ്ടായി, അങ്ങനെയുള്ള കേസുകളിലാണ് ടെർമിനേഷൻ കൊടുക്കുക. അതിനൊരു വാലിഡ് റീസൺ വേണം. അതും കമ്പനി തന്നെയാണ് കൊടുക്കുന്നത്, എംപ്ലോയീസ് ആയിട്ട് ചെയ്യുന്നതല്ല. പിന്നെ ഈ ലേ ഓഫ്, ടെർമിനേഷൻ, ഇത് രണ്ടും കമ്പനീസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതായത് ഇമ്മീഡിയറ്റ് ആയിരിക്കും ചിലപ്പോൾ വന്നിട്ട് ലേ ഓഫ് ആക്കുക. അപ്പോൾ ലേ ഓഫ് അല്ലെങ്കിൽ ടെർമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഒഫീഷ്യലി ആ എംപ്ലോയിക്ക് മെയിൽ അല്ലെങ്കിൽ റിട്ടേൺ ലെറ്റർ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ എംപ്ലോയീസിനെ പിരിച്ചുവിടുന്ന സാഹചര്യത്തിൽ ആ എംപ്ലോയി നമ്മൾ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് സൈൻ ചെയ്ത് കൊടുക്കുന്നതിൽ നോട്ടീസ് പീരീഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ നോട്ടീസ് പീരീഡ് എത്രയാണോ ആ നോട്ടീസ് പീരീഡ് ടൈമിലെ കോമ്പൻസേഷൻ കൊടുത്തിരിക്കും. അതായത് ആ നോട്ടീസ് പീരീഡിലെ സാലറി 3 മാസമാണെങ്കിൽ ആ 3 മാസത്തെ സാലറി കോമ്പൻസേഷൻ ആയിട്ട് എംപ്ലോയിക്ക് കൊടുത്തു വിടണം എന്നുള്ളതാണ് റൂൾ. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഒരു മാസ് ലേ ഓഫ് നടത്തിയല്ലോ. അപ്പോൾ അതിൽ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ചിട്ട് എംപ്ലോയീസിന് നീതി കിട്ടാനുള്ള ചാൻസ് വളരെ, നീതി എന്നല്ല, അതിനിപ്പോൾ എന്താ പറയുക, അവർ കമ്പനി നിയമപരമായി എന്താണോ ചെയ്യേണ്ടത് അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവർ നിയമപരമായിട്ട് അവർക്ക് അയക്കേണ്ട മെയിലുകൾ അല്ലെങ്കിൽ അത് അയച്ചിട്ടുണ്ട്. അതുപോലെ കൊടുക്കേണ്ട കോമ്പൻസേഷൻസ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എത്രയൊക്കെ നമ്മൾ നിയമപരമായി പോയിട്ടുണ്ടെങ്കിലും അവർക്കതൊരു പ്രൂഫാണ്. അപ്പോൾ അത് എത്രത്തോളം ഇതാവും എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. നല്ല, അതായത് എംപ്ലോയീസ് അനുകൂലമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, മീഡിയ സപ്പോർട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആരും പുറത്തേക്ക് അറിയാത്തത് കൊണ്ട് മാത്രം ഒതുങ്ങി പോകുന്ന ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ ഒരു കമ്പനി ഒരുപാട് എംപ്ലോയീസിൻ്റെ അടുത്ത് വന്നിട്ട് റിസൈൻ ഇടാൻ ആവശ്യപ്പെട്ടു, ഫോഴ്സ്ഫുള്ളി റിസൈൻ ചെയ്യിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിക്കും എംപ്ലോയീസിനോട് റിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള റൈറ്റ്സ് ഇല്ല. അപ്പോൾ റിസൈൻ ചെയ്യാത്ത ആൾക്കാർക്കാണെങ്കിൽ ലേ ഓഫും കൊടുക്കുന്നില്ല, ടെർമിനേഷനും കൊടുക്കുന്നില്ല. അതായത് വെർബലി വന്നിട്ട് നാളെ തൊട്ട് വരണ്ടെന്ന് പറയുന്നതല്ലാണ്ട് ഒഫീഷ്യലി ടെർമിനേഷനോ ലേ ഓഫോ ചെയ്യുന്നില്ല, കൊടുക്കേണ്ട കോമ്പൻസേഷനും കൊടുക്കുന്നില്ല. ഇതിനെ പറ്റിയിട്ട് കാക്കനാട് ലേബർ ഓഫീസിൽ കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ട്. 1 മാസം ആവാനായിട്ടും അവിടുന്ന് ഒരു അപ്ഡേറ്റ്സും വന്നിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് 3-4 തവണ അങ്ങോട്ട് വിളിക്കുക വരെ ഉണ്ടായി, എന്നിട്ടും ഒരു അപ്ഡേറ്റ്സും കിട്ടിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഞാൻ ബസ് പിടിച്ചിട്ട് കാക്കനാട് ലേബർ ഓഫീസ് വരെ പോയി, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലൈൻറ്റ് റിട്ടേൺ ചെയ്ത് അവിടെ പോയി ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന സാധനങ്ങളൊക്കെ കൊടുത്ത് അറ്റാച്ച് ചെയ്ത് അവിടെ കൊണ്ട് കംപ്ലൈൻറ്റും കൊടുക്കുന്ന അത്ര സമയമോ എഫോർട്ടോ ഒന്നും വേണ്ട ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു ഫോൺ കോൾ എങ്കിലും നടത്തി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എന്തെങ്കിലും തിരക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധാരണക്കാരൻ ഈ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടിൻ്റെ പകുതി പോലും അവിടുത്തെ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഡിലേസ് വരുന്നത് എന്ന് എനിക്കറിയാം. എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും. നിങ്ങൾ പലരും അങ്ങനെ പോയിട്ടുള്ളവരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കെട്ടിയൊരുങ്ങി ബസ്സും പിടിച്ച് റിട്ടേൺ കംപ്ലൈൻറ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന സാധനങ്ങളുണ്ടെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നിടത്ത് പോയി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സ്റ്റാപ്ലർ ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊണ്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ തന്നെ ഒരു നേരം, ഇത്രയും സമയം ഇത്രയും എഫേർട്ടും ഒന്നും ആവശ്യമില്ല. ആ ഫയലൊന്ന് നോക്കി ചെക്ക് ചെയ്ത് വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ആരെങ്കിലും പറ്റിയിട്ടാണ് കംപ്ലൈൻറ്റ് പറഞ്ഞേക്കുന്നതെങ്കിൽ അവരെ വിളിച്ചിട്ട് കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇത്ര സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഇങ്ങനെ കയറി നടക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ പേരിൽ ഇങ്ങനെ വർഷങ്ങളോളം നടക്കേണ്ടി വരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ വേറെ ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ബാക്കിയുള്ളവരും കൂടി മനസ്സിലാക്കട്ടെ, എന്താണ് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത്, എന്താണ് ഇവിടുത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് ബാക്കിയുള്ളവരും കൂടി അറിയട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ലേ ഓഫ് നടത്തിയ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് അനുകൂലമായ വിധി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നടക്കുമെന്നുള്ളത്. എന്തായാലും ഓർക്കേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, ബൈ.